ഏഷ്യൻ മെത്രാൻ സമ്മേളനത്തിന് തുടക്കം. ഏഷ്യൻ സഭയുടെ ഭാവി ദിശ നിർണ്ണയിക്കുവാൻ ഏഷ്യയിലുടനീളമുള്ള മെത്രാന്മാരും സഭാ നേതാക്കളും ഒരു കുടക്കീഴിൽ ഒരുമിക്കുന്നു. ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസിന്റെ 12ാമത് പ്ലീനറി അസംബ്ലി ആരംഭിച്ചു. ജൂലൈ 26 വരെ നീളുന്ന സമ്മേളനം സമാധാനത്തിന്റെയും സിനഡൽ സഭയുടെയും ദൗത്യത്തിന് പുതിയ ദിശ നൽകുമെന്നാണ് പ്രതീക്ഷ. ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിൽ ആരംഭിച്ച FABCയുടെ 12ാമത് പ്ലീനറി അസംബ്ലിയിൽ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കത്തോലിക്ക മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ഏഷ്യ എ സിംഫണി ഓഫ് ഹോപ്പ്, കമ്മ്യൂണിയൻ, പാർട്ടിസിപ്പേഷൻ ആൻഡ് മിഷൻ എന്ന ആശയത്തെ ആസ്പദമാക്കിയാണ് സമ്മേളനം നടക്കുന്നത്. മതസാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഭൂഖണ്ഡമായ ഏഷ്യയിൽ സഭയുടെ സിനഡൽ യാത്ര കൂടുതൽ ശക്തിപ്പെടുത്തുക, സമാധാനവും സാഹോദര്യവും വളർത്തുക, സുവിശേഷ ദൗത്യത്തിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുക എന്നിവയാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കുടിയേറ്റം, ദാരിദ്ര്യം, സംഘർഷങ്ങൾ, പരിസ്ഥിതി പ്രതിസന്ധി, യുവജന ശാക്തീകരണം, മതാന്തര സംവാദം തുടങ്ങിയ വിഷയങ്ങളും സമ്മേളനത്തിൽ ചർച്ചയാകും. ലയോ 14 പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായി ഇന്ത്യക്കാരനായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാർപ്പാപ്പയുടെ സന്ദേശം സമ്മേളനത്തിൽ അദ്ദേഹം കൈമാറും. ഏഷ്യൻ സഭയുടെ ഐക്യത്തിനും സിനഡൽ യാത്രയ്ക്കുമുള്ള പരിശുദ്ധ പിതാവിന്റെ പിന്തുണയുടെ അടയാളമായാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വിലയിരുത്തപ്പെടുന്നത്. ജൂലൈ 26 വരെ നീളുന്ന സമ്മേളനത്തിന്റെ സമാപനത്തിൽ ഏഷ്യൻ സഭയുടെ ഭാവി ദൗത്യത്തിനും സിനഡൽ യാത്രയ്ക്കും മാർഗനിർദ്ദേശമാകുന്ന പ്രമാണം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷ.